അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തക്കുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് ആരംഭിച്ചു. ഈ നോമ്പ് കാലവുമായി ബന്ധപ്പെട്ട് ധാരാളം അന്വേഷണങ്ങളും ചോദ്യങ്ങളുമെല്ലാം സ്വാഭാവികമായും വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ കർമ്മശാസ്ത്രം പറയുക നമ്മുടെ ഒരു ശൈലിയല്ല. അങ്ങനെ പറയരുത് എന്ന് ഒരു നിർബന്ധ ബുദ്ധിയോടെ സമീപനം സ്വീകരിച്ച ഒരാളുമാണ് ഞാൻ. പക്ഷേ ചോദ്യങ്ങളുടെ ആധിക്യവും വിഷയത്തിൻ്റെ അനിവാര്യതയും പരിഗണിച്ച് നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു കർമാനുഷ്ഠാന മസ്അല എന്ന നിലക്കല്ല, മറിച്ച് ജീവിതഗന്ധിയായ വിഷയങ്ങളെന്ന നിലക്ക് പറയണമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നോമ്പ് എന്നത് പണ്ട് കാലത്തെ മുഹമ്മദ് നബിക്ക് മുൻപേ ഉള്ള ആരാധനാ രീതികളുടെ ഒരു ഭാഗമായിട്ടാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പണ്ടുണ്ടായിരുന്നത് പോലെ നിങ്ങൾക്കും ഇത് നിയമമാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ മുമ്പുള്ളവർക്കൊക്കെ നോമ്പുണ്ട്. ആ നോമ്പിൻ്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസമുണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച പ്രസക്തമല്ല. ഖുർആനുണ്ട് എന്ന് പറയുന്നു, സ്വാഭാവികമായിട്ടും ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെയും ധർമ്മം. അത് നമ്മൾ എടുക്കുന്ന പോലെയല്ല അവരുടെ നോമ്പിൻ്റെ സമയം വ്യത്യാസമായിരുന്നു എന്ന് പറയുന്നതിലൊന്നും കഥയില്ല. അപ്പോൾ ഇതൊരു പുതിയ കണ്ടുപിടുത്തമല്ല, പണ്ടേ ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ മതദർശനങ്ങളിലും ഉപവാസങ്ങളുണ്ട്. അവരുടേതായ രീതികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉപവാസങ്ങളുണ്ട്. ഈ ഉപവാസം മനുഷ്യനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയാണ് മതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഖുർആൻ തന്നെ പറയുന്നു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക. സൂക്ഷ്മതയും ജീവിതത്തിൽ ജാഗ്രതയും ഉള്ള ഒരു സംസ്കാരം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നോമ്പ് എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് ഒരു വർഷത്തിലെ ഒരു മാസം ഒരാഘോഷം പോലെ കൊണ്ടാടുന്നവരാണ് മുസ്ലിങ്ങൾ. ആഘോഷം പോലെ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ അർത്ഥത്തിൽ, മോശമായ അർത്ഥത്തിലല്ല. അവർ നോമ്പെടുക്കുന്നു, കുട്ടികൾ ഉൾപ്പെടെ നോമ്പെടുക്കുന്നു, പിന്നെ പ്രായമുള്ളവർ നോമ്പെടുക്കുന്നു, അവർ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നു, നോമ്പ് തുറക്കുന്നതൊന്നും മോശപ്പെട്ട സംഗതിയല്ല. ആ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളെ മനസ്സിലാക്കേണ്ടതുപോലെയല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. നോമ്പെന്നത് ഒരു അനിവാര്യമായ ആരാധന എന്ന നിലയ്ക്ക് തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ അതിൽ ചില ഇളവുകൾ ചില ആളുകൾക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഇളവുകൾ പാലിക്കുന്നിടത്ത് നമ്മളെന്തോ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടിയാണ് അതിനെ ആളുകൾ സമീപിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഖുർആൻ പറയുന്നു അയ്യാമൻ മഅദൂദാത്ത്, ഇത് നിശ്ചിതമായ ദിവസങ്ങളിലാണ് നോമ്പെടുക്കേണ്ടത്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, നിങ്ങൾ രോഗികളോ യാത്രക്കാരോ ഒക്കെ ആണെങ്കിൽ മറ്റ് ദിവസങ്ങളിൽ അനുഷ്ഠിച്ചാൽ മതി. ഇത് ഖുർആനിൻ്റെ ഒരു നിർദ്ദേശമാണ്. രോഗികളാണെങ്കിൽ അതുപോലെ യാത്രികരാണെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, രോഗമെന്ന് പറയുന്നത് നമ്മളറിയാതെ നമുക്കുണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ്. യാത്ര എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ രണ്ട് തലങ്ങൾ അവിടെ വന്നു ചേർന്നു. നമ്മളറിയാതെ നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മൾ ബോധപൂർവ്വം ഏറ്റെടുക്കുന്ന പ്രയാസങ്ങൾ. ബോധപൂർവ്വം ഏറ്റെടുക്കുന്നതാണ് യാത്ര. ജോലി ബോധപൂർവ്വം ഏറ്റെടുക്കുന്നതാണ്, അനിവാര്യമാണ്, അത് ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ്. ഇത് യാത്രയിലും രോഗത്തിലും മാത്രം ഒതുങ്ങുന്നതല്ല. ഇപ്പോൾ ഒരു രോഗിയാണ്, രോഗിയുടെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ടി വരും.
അതും ഇതുപോലെയാണ്. നമ്മളറിയാതെ നമ്മുടെ മേൽ വന്നു ചേരുന്നൊരു ഉത്തരവാദിത്തമാണ്. അവിടെ നമ്മൾ നോമ്പെടുത്താൽ ഒരുപക്ഷെ ആ രോഗിയെ സഹായിക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവിടെ രണ്ട് രോഗം, യാത്ര എന്ന് പറയുന്ന ആ രണ്ട് പ്രത്യേകമായിട്ടുള്ള കാര്യം മാത്രമല്ല, മറിച്ച് ആ രണ്ട് കാര്യത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അല്ലാഹു തആല രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ അറിയാതെ നമ്മിലേക്ക് വന്നു ചേരുന്നത്, അതാണ് രോഗം. നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മിലേക്ക് വന്നു ചേരുന്നത്. മറ്റൊന്ന് നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്നത്, അതാണ് യാത്ര. ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, പ്രയാസം അനുഭവപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഇല്ലത്ത്, കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകുന്ന ഏത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നോമ്പ് മറ്റൊരവസരത്തിലാക്കിയാൽ മതി. ഇപ്പോൾ കടലിൽ മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, ഈ കടുത്ത വേനൽ, ഇപ്പോൾ നമുക്കറിയാം 40 ഡിഗ്രി സെൽഷ്യസോളമാണ് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ ശരാശരി താപനില. ഈ താപനിലയിൽ നോമ്പെടുത്തിട്ട് ഒരാൾ കടലിൽ പോയാൽ അയാൾ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരും എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, നിർജ്ജലീകരണം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം. ഖുർആൻ പറയുന്നതാണ് നോമ്പ് ഉപേക്ഷിക്കാം. അതുപോലെ റോഡ് പണിയിൽ ഏർപ്പെട്ട ആളുകൾ, കർഷകർ, വയലിൽ ജോലി ചെയ്യുന്നവർ, ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ, ഇവരൊക്കെയും യാത്രക്കാരുടെ പട്ടികയിൽപ്പെടുന്നവരാണ്. കാരണം അവർ ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. പക്ഷേ അത് മാറ്റിവെക്കാൻ അവർക്ക് സാധ്യമല്ല. മാറ്റിവെച്ചാൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കടലിൽ പണിയെടുക്കുന്നവർക്ക് കടലിൽ പോകാതെ പറ്റില്ലല്ലോ, കർഷകർക്ക് കൃഷി ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കാം. ഇത് ഖുർആൻ മുന്നോട്ട് വെച്ച ഒരിളവാണ്. രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്നലെ എനിക്ക് ഒരു ചെറുപ്പക്കാരനൊരു വീഡിയോ അയച്ചു തന്നു. അയാളുടെ ഉമ്മാൻ്റെ വീഡിയോ ആണ്. ഉമ്മാക്ക് നല്ല പ്രായമുണ്ട്, പക്ഷേ വളരെ പ്രയാസപ്പെട്ട് നോമ്പെടുക്കുകയാണ്, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, പിന്നെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരത്തോട് നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അവഗണിക്കപ്പെടേണ്ടുന്നൊരു സംഗതിയല്ല. നമ്മുടെ ശരീരത്തോട് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട്, അങ്ങനെ ഒരു മസോക്കിസം, ശരീരത്തെ ആത്മപീഡ നടത്തിക്കൊണ്ടുള്ള ഒരു ആരാധന ഇസ്ലാമിലില്ല. സ്വയം പീഡിപ്പിച്ച് ഞാൻ എന്തോ വലിയ ത്യാഗമാണ്, ഒരു ത്യാഗമല്ല. നമ്മൾ വിചാരിക്കുന്നല്ലേ, നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് തളർന്ന് അവശനായി ഭക്ഷണം കഴിക്കാതെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടേണ്ട അവസ്ഥ വന്ന എന്തോ ഒരു മഹാപുണ്യമാണെന്നൊരു പുണ്യമല്ല. എടുക്കേണ്ടെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. അള്ള പറഞ്ഞൊരു സംഗതി ചെയ്തിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് എങ്ങനെയാണ് പുണ്യമായി തീരുക? അപ്പോൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നോമ്പെടുക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞെടുത്ത് നിൽക്കുകയാണ് നമ്മൾ വേണ്ടത്. അമിതമായ എന്തോ ഒരു ആസക്തി, ഒരു കൂലിയോടുള്ള ഒരു ആസക്തി, നമ്മളിങ്ങനെ കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ. അപ്പോൾ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, ഖുർആൻ പഠിപ്പിച്ചതല്ല. നമുക്ക് ആരോഗ്യമുണ്ട്, പ്രയാസങ്ങളില്ല, യാത്രക്കാരനല്ല, മറ്റ് വിഷമങ്ങളൊന്നുമില്ല എങ്കിൽ നോമ്പെടുക്കാം. അല്ലെങ്കിൽ അള്ളാഹു തന്നെ പറയുന്നു, ഫൈൻ കാന മിൻകും മരീദൻ ഔ അലാ സഫറിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാതെ വന്നു ചേർന്ന ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ബോധപൂർവ്വം തിരഞ്ഞെടുക്കുന്ന, എന്നാൽ മാറ്റിവെക്കാൻ കഴിയാത്ത പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിവെക്കണം, നോമ്പ് മാറ്റിവെക്കണം. ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആരാധന ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്കിന് തടയിട്ടുകൊണ്ടുള്ള ഒരു ആരാധനയും ഇസ്ലാമിലില്ല. അതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം ആരാധനകൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആത്മപീഡയുടെ വഴി ഇസ്ലാമിൻ്റെതല്ല. അതിനാൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച്, അതുപോലെ ഇപ്പോൾ പിന്നെ ഈ മാതാപിതാക്കളൊക്കെ കൂലി കണക്ക് പറഞ്ഞിട്ട് മക്കളെ കൊണ്ട് നോമ്പെടുപ്പിച്ചാൽ വലിയ കൂലി കിട്ടും. ഈ ചൂട് കാലത്ത് അവർ പരീക്ഷയ്ക്ക് പോകേണ്ടവരാണ്, സ്കൂളിൽ പോകേണ്ടവരാണ്. എന്നിട്ട് 8-9 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് നോമ്പെടുപ്പിച്ചിട്ട് നമ്മുടെ കൂലി കണക്കാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ മക്കളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഹിഫ്ളിന് പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുണ്ട്. കുട്ടികൾ എന്താ ഹിഫ്ളിന് പറഞ്ഞയച്ചാൽ മാതാപിതാക്കൾക്ക് കിരീടം കിട്ടും സ്വർഗത്തിൽ നിന്നാണ്. ഇങ്ങനെ കൂലി പ്രതീക്ഷിച്ച് മക്കളെ, എന്താണ് ഈ കുട്ടി ഹിഫ്ള് കൊണ്ട് പഠിക്കുന്നത്, എന്താണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഗുണം, ഈ ഖുർആനിലെ ഏത് അക്ഷരമാണ് ആ കുട്ടിക്ക് അറിയാവുന്നത്? തത്തമ്മേ പൂച്ച എന്ന് പറയുന്നത് പോലെ കുട്ടി വെറുതെ പാട്ടുപാടി പഠിക്കുകയാണ് ചെയ്യുന്നത്. 3-ാമത്തെ വയസ്സിൽ പല കോലത്തിലുള്ള സ്കൂളുകളുണ്ട്. ഇവിടെ ഫിത്ര, ഹെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കൂളുകൾ. കുട്ടികൾ മാതാപിതാക്കളുടെ കൂടെ വീട്ടിൽ നിൽക്കേണ്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് 2 വരി കാണാതെ പഠിച്ച് അതിങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞ് കുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്കും വലിയ സംതൃപ്തിയാണ്. പഠിപ്പിക്കുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഫീസും കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ 20 കൊല്ലം കഴിയണം. ഇപ്പോൾ ഫിത്രയിൽ പോകുന്ന, ഇപ്പോൾ ഹെവൻസിൽ പോകുന്ന, കാണാതെ ഇങ്ങനെ തത്തമ്മേ പൂച്ച പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ 20 കൊല്ലം കഴിയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് കരുക്കൾ നീക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മുടെ കുട്ടികളുടെ
ഏത് മതത്തോടുള്ള, ഇസ്ലാമിനോടുള്ള, ഖുർആാനിനോടുള്ള നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ ഹെവൻസിലും ഫിത്രയിലും ഒക്കെ പോയിട്ട് കാണാതെ ഇങ്ങനെ പഠിച്ച കുട്ടികൾ നാളെ മതത്തോടുള്ള അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റും. അപകടകരമായ പോക്കാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക എന്നുള്ള നല്ല കാര്യം തന്നെ, അത് ശീലിപ്പിക്കണം, ആരാധനകളൊക്കെ ശീലിപ്പിക്കണം. പക്ഷേ ഈ കടുത്ത ചൂടിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ കുട്ടികളെ പരീക്ഷയ്ക്കും മറ്റും പോകേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ അവർ നോമ്പെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്, മറിച്ച് അള്ളാഹുവിൻ്റെ ഇളവ് അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതും വേണമല്ലോ. മോളെ ഇപ്പോൾ നോമ്പെടുക്കുന്നതിനേക്കാൾ നല്ലത് നോമ്പെടുക്കാതിരിക്കുന്നതാണ് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഇത് പഠിപ്പിക്കണം, ഇളവും കൂടി പഠിപ്പിക്കണമല്ലോ. മക്കളെ നിങ്ങളുടെ നോമ്പെടുക്കാൻ പഠിപ്പിച്ചാൽ പോരാ, നോമ്പെടുക്കാതിരിക്കാനും പഠിപ്പിക്കണം. ഇങ്ങനെ ഇളവ് അല്ലാഹു തആല നൽകിയിട്ടുണ്ടെന്ന് പഠിപ്പിക്കണം. ഈ രണ്ട് വശങ്ങളും കുട്ടികൾ പഠിക്കട്ടെ. അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ദീൻ. നോമ്പെടുക്കുന്നത് പോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ട് നോമ്പെടുക്കാതിരിക്കുന്നത് എന്നും കുട്ടികൾ പഠിക്കണ്ടേ? നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ട് നിങ്ങളുടെ ഓർമ്മയ്ക്ക് മങ്ങൽ സംഭവിക്കും, നിങ്ങൾക്ക് എഴുതാനുള്ള ശേഷി കുറയും, നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നോമ്പെടുക്കേണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, ഖുർആനിലുണ്ട്. ഇത് മക്കളെ പഠിപ്പിക്കണം. ഒരു സൈഡ് മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവർ മതവിരുദ്ധരാകും, അള്ളാഹുവിനോട് ദേഷ്യമുള്ളവരാകും, പടച്ചോൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പ്രയാസം ഉണ്ടാകും. ഇതും കൂടി പഠിപ്പിച്ചു കൊടുത്തു നോക്ക്. ഇപ്പോൾ ഇത് ബാലൻസ്ഡായി, അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയല്ലേ ദീൻ പഠിക്കേണ്ടത്. ഇതാണ് ദീനെന്ന് പറയുന്നത്. ഇപ്പോൾ റമദാൻ മാസത്തിൽ ഹോട്ടലുകളൊന്നും തുറക്കൂല. ഈമാനിൻ്റെ കടുപ്പം കൊണ്ട്, ഈമാനിൻ്റെ കാഠിന്യം കൊണ്ട് ഹോട്ടലുകൾ തുറക്കൂല. ഹോട്ടലുകൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസ തൊഴിലാളികൾ നടക്കുന്നുണ്ട്. ഹോട്ടലുകൾ പൂട്ടിക്കലാണ് അവരുടെ ജിഹാദ് എന്ന് പറഞ്ഞത്. എന്താണ് ഹോട്ടലിനോടുള്ള ഇസ്ലാമിൻ്റെ സമീപനം? എന്താണ്? നോമ്പ് കാലത്ത് യാത്രക്കാർക്ക് ഭക്ഷണം വേണം. ഖുർആൻ പറയുന്നു യാത്രക്കാർ നോമ്പെടുക്കേണ്ട, അവർക്ക് ഭക്ഷണം വേണ്ടേ? നിങ്ങളുടെ ഹോട്ടൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്നതല്ല. നിങ്ങളൊരു കച്ചവട സ്ഥാപനം തുടങ്ങിയാൽ, ഒരു പലചരക്ക് കച്ചവടം തുടങ്ങിയാൽ, ഒരു ഹോട്ടൽ തുടങ്ങിയാൽ, ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ, നിങ്ങൾ സമൂഹത്തോടൊരു കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ആളുകൾക്കത് പ്രതീക്ഷിച്ച് വരാം. അവർക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അടച്ചിട്ടാലോ? അതൊരു സോഷ്യൽ ക്രൈമാണ്, ഒരു സാമൂഹ്യ തിന്മയാണത്. റമദാൻ മാസം ഹോട്ടൽ അടച്ചിടുക എന്ന് പറയുന്നൊരു പുണ്യമേ അല്ല, മാത്രമല്ല ഒരു തിന്മയാണ്. റമദാൻ മാസം ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്ക് അരി വിൽക്കാം, അവിന് വിൽക്കാം, പഞ്ചസാര വിൽക്കാം, ചായപ്പൊടി വിൽക്കാം. ഈ പഞ്ചസാരയും ചായപ്പൊടിയും വെള്ളം ചേർത്തിട്ട് ചായ വിറ്റുവിടാം. ഇതെന്ത് നിയമമാണ്? പഞ്ചസാര വിൽക്കുന്നതിന് കുഴപ്പമില്ല, ചായപ്പൊടിയും വെള്ളം വിൽക്കുന്നതിന് കുഴപ്പമില്ല. ഇത് ഒന്നിച്ചൊരു ചായ വിൽക്കുന്നതിന് വലിയ പ്രശ്നമാണ്. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ കള്ളങ്ങനെയാണല്ലോ, അത് ഹറാമായ സംഗതിയാണല്ലോ. ഹറാമിനെ ഹലാലിനോട് സമീകരിക്കരുത്. അപ്പോൾ ഹോട്ടലുകൾ അടക്കുക എന്ന് പറയുന്ന നന്മയേ അല്ല, അതൊരു പുണ്യമുള്ള സംഗതിയല്ല. ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഹോട്ടൽ. ആ ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കണം. റമദാൻ മാസം അടച്ചിടരുത്. യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാകും. അടപ്പിക്കാൻ വേണ്ടി നടക്കുകയും ചെയ്യരുത്. ഇത് എവിടുന്ന് കൊണ്ടുവന്ന നിയമമാണ്? അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ടോ, മദീനയിലുണ്ടോ, മക്കയിലുണ്ടായിരുന്നോ, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആരൊക്കെയോ ഏതൊക്കെയോ കാലങ്ങളിൽ ഇസ്ലാമിൻ്റെ പേരിൽ വെറുതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നോമ്പ് കാലത്ത് ആത്മപീഡ പാടില്ല. സ്വയം പ്രയാസപ്പെട്ട് ഷുഗർ രോഗികൾ, അതുപോലെ പ്രഷർ ബാലൻസിലല്ല കുറയും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന ആളുകൾ, ഇവരൊക്കെ നോമ്പെടുത്ത് ഗർജലീകരണം സംഭവിച്ച് ബോധം കെട്ട് വീണ് ആശുപത്രിയിലായി ഷഹാദത്തിൻ്റെ കൂലിയൊന്നും കിട്ടൂല. അത് ആത്മഹത്യയാണ്. അങ്ങനെ സംഭവിക്കരുത്. അതുപോലെ മുലയൂട്ടുന്ന ഉമ്മമാർ, ഗർഭിണികൾ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഇപ്പോൾ പറയാത്ത, ഞാൻ ഓതി വെച്ച ഒരായത്ത് വിശദീകരിക്കാത്ത ആ ആയത്ത് കേട്ടാൽ എൻ്റെ നേരെ കുതിര കയറേണ്ട. പടച്ചോൻ പറഞ്ഞത് ഞാൻ പറയുന്നത്, അലല്ലദീന യുത്തീഖൂനഹു, നോമ്പെടുക്കാൻ കഴിവുള്ള ആളുകൾ. അല്ലാഹു തആല പറയുന്നു നോമ്പെടുക്കാൻ കഴിവുള്ള ആളുകൾ. അവർ രോഗികളുമല്ല, യാത്രക്കാരുമല്ല, അവരുടെ കാര്യമൊക്കെ പറഞ്ഞു. നോമ്പെടുക്കാൻ കഴിവുള്ള ആളുകൾ ഫഫിദിയത്തും തആമു മിസ്കിൻ, അവർക്ക് നോമ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം ഫിദിയ കൊടുത്തുകൊണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പടച്ചോനാ പറയണത്. എന്നിട്ട് അവിടെ അള്ളാനെ തിരുത്താൻ വേണ്ടിയിട്ട് തഫ്സീറുകളിലൊക്കെ കാണാം, ജലാലൈനി പോലെ തഫ്സീറുകളിലൊക്കെ കാണാം, എല്ലാ തഫ്സീറിലും ലാ യുത്തീഖൂനഹു, പടച്ചോൻ ലാ വിട്ടുപോയി എന്നാണ്. പടച്ചോൻ ലാ വിട്ടുപോയി. വഅലല്ലദീന യുത്തീഖൂനഹു, നോമ്പെടുക്കാൻ കഴിവുള്ള ആളുകൾക്കും നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് ഫിദിയ കൊടുത്ത് നോമ്പ് ഒഴിവാക്കാം എന്ന് അല്ലാഹു തആല പറയുന്നു. ഞാൻ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, വഅൻ തസൂമു ഖൈറുൻ ലക്കും, നോമ്പെടുക്കലാണ് നല്ലതെന്ന് പടച്ചോൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോമ്പിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണം, അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് ഖുർആൻ പറയുന്നു. ഇത്രയും കാലം ഈ രീതികളൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഈ പുരോഹിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അവർ അള്ളാഹിനേക്കാളും വലിയ ആളാകാണ്.
പടച്ചോൻ പറഞ്ഞെടുത്ത് നിൽക്കാനും പടച്ചോൻ പറഞ്ഞത് പഠിപ്പിക്കാനുമാണല്ലോ പണ്ഡിതന്മാർ. അതാണല്ലോ പണ്ഡിതന്മാരുടെ ധർമ്മം. പക്ഷേ അള്ളാഹു പറഞ്ഞതെങ്ങാനും ആൾക്കാരോട് പറഞ്ഞാൽ അവരിത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്താലോ? ചെയ്തോട്ടെ, പടച്ചോൻ പറയണതല്ലേ, എന്താ കുഴപ്പം? അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പെടുക്കാൻ ആരോഗ്യമുള്ളവർക്ക് പോലും ഫിദിയ കൊടുത്തുകൊണ്ട് നോമ്പൊഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ, നോമ്പെടുക്കൽ തന്നെയാണ് നല്ലതെന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. എങ്കിൽ പോലും അങ്ങനെ ഫിദിയ കൊടുത്തുകൊണ്ട് നോമ്പൊഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഖുർആൻ വെച്ചിരിക്കെ എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്തിനാണ് ആത്മപീഡയുടെ വഴിക്കും മക്കളെ പീഡിപ്പിക്കുന്ന വഴിക്കും പോകുന്നത്? നോമ്പെടുക്കണം, അതിലൂടെ ആത്മീയമായ ഔന്നത്യം ലഭിക്കും, നമുക്ക് ശാരീരികമായ മെച്ചങ്ങളുണ്ടാകും, അത് ആരാധനയുടെ വഴിയാണ്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ പൂർണ്ണമായും നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ ഞാൻ പറയുന്നു. എന്നാൽ അതിന് മറുപുറം ഇങ്ങനെയുണ്ട്, അതും കൂടി മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരാൾ റോഡിൽ വെച്ച് ചായ കുടിക്കുന്ന കണ്ടാ ഓൻ മുസ്ലിം അല്ല, ഇസ്ലാമെന്ന് പുറത്തു പോയി ഓൻ നോമ്പിനെ അവഹേളിച്ചു, ഓനിക്ക് ചായ കുടിക്കാൻ നല്ല പറയുന്നു. യാത്രക്കാരന് ചായ കുടിക്കാം, കുട്ടികൾക്ക് നോമ്പൊഴിവാക്കാം. നോമ്പൊഴിവാക്കിയ അതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കാമെന്നല്ലേ? നോമ്പൊഴിവാക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഭക്ഷണം കഴിക്കാമെന്നാണ്, വെള്ളം കുടിക്കാമെന്നാണ്. ഇപ്പോൾ റോട്ടിൽ നിന്ന് ഒരാൾക്ക് ദാഹിച്ചു, വെള്ളം വാങ്ങി കുടിക്കുന്നതിന് എന്താ കുഴപ്പം? എവിടെ റമദാൻ്റെ പുരുഷ മഹത്വം ഇല്ലാതാകുന്നത്? വെറുതെ അനാവശ്യമായ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് അത് സമൂഹത്തിൻ്റെ മേൽ ആരോപിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അള്ളാഹു പറയുന്നിടത്ത് നിന്നാൽ മതി, അതാണ് ദീന്, അതാണ് അനുസരണം എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നിടത്ത് നിൽക്കുക, അതിനപ്പുറത്ത് തീവ്രത പാടില്ല. യഹൂദരോട് അള്ളാഹു തആല പറയുന്നുണ്ട്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ മതത്തിൽ തീവ്രതയുള്ളവരാകരുത്. അത് നമ്മളോടുള്ള പറച്ചിലാണ്. മതത്തിൽ തീവ്രത പാടില്ല, അനുഷ്ഠാനങ്ങളിൽ തീവ്രത പാടില്ല. എന്നിട്ട് ആ തീവ്രതയുടെ വഴിയെ നടക്കൽ ദീനല്ല. എല്ലാം മിതമായൊരു വഴിയിൽ ഒരു മോഡറേറ്റായിട്ടുള്ളൊരു പാത, അതാണ് ഇസ്ലാം, അതാണ് ഉമ്മത്തുൻ വസത്ത് എന്ന് പറയുന്നത്. തീവ്രത പാടില്ല. അനുഷ്ഠാനങ്ങൾ നല്ലത്, എന്നാൽ ഒഴിവാക്കാൻ ഓപ്ഷൻ ഉള്ളിടത്ത് ഒഴിവാക്കുന്നിടത്തൊരു കുഴപ്പമില്ല. അങ്ങനെ ഒഴിവാക്കുന്ന ഒരാളെ കണ്ടാൽ നമ്മളവരെ വിധിക്കാനും പോകേണ്ടതില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു വസ്തുതയാണ്. അതുകൊണ്ട് വൃദ്ധരായ പ്രായമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോമ്പ് എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറഞ്ഞു തരികയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോമ്പൊഴിവാക്കാം എന്നുള്ളത് അള്ളാഹു നേരിട്ട് പറയുന്ന കാര്യമാണ്. മുലയൂട്ടുന്ന ഉമ്മമാരും ഗർഭിണികളും പ്രയാസം അനുഭവിച്ച് നോമ്പെടുക്കരുത്. അത് നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കൂടി ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ നിർബന്ധമായി നോമ്പെടുപ്പിക്കരുത്. അവരോട് അള്ളാഹുവിൻ്റെ ഇളവ് പഠിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു ഇളവുണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുസ്താഖിൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈനി സാഹിബിൽ ഹറമൈനി വബിനിൽ ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. റമദാനിൽ സാധാരണ നിലക്ക് ഈ പുരോഹിതന്മാർ പാടില്ലെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നോമ്പിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം അതുമായി ബന്ധപ്പെട്ട വലിയ ഗൗരവമൊന്നുമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ ഈ പെർഫ്യൂമൊക്കെ അടിച്ച് പള്ളിയിലും പുറത്തൊക്കെ പോകുന്ന ആളുകൾ റമദാൻ മാസം പെർഫ്യൂം ഉപയോഗിക്കില്ല. അത് അവർക്ക് വലിയൊരു ഇടങ്ങേറാണ്. കാരണം സാധാരണ നിലയ്ക്ക് ഈ പെർഫ്യൂമൊക്കെ ഉപയോഗിച്ച് പോകുന്ന ആളുകൾ ഒരു കുഴപ്പമില്ല, പെർഫ്യൂം ഉപയോഗിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ ഈ പകൽ നേരത്ത് കുളിക്കുന്നതിനെക്കുറിച്ച്, പ്രത്യേകിച്ച് പുഴയിലൊക്കെ മുങ്ങിക്കുളിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. മുങ്ങിക്കുളിക്കുന്നതിനോ നീന്തുന്നതിനോ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഈ പുരോഹിതന്മാർ അനാവശ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുപോലെ പല്ല് തേക്കുന്നത്, ഇത് ഇസ്ലാം വളരെ പ്രധാനമായി പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ എന്താണ്, ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ മണപ്പിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് നോമ്പിൻ്റെ മണം ഭയങ്കര പുണ്യമുള്ള മണമാണ്. നോമ്പിൻ്റെ മണം ഒരു പുണ്യമില്ല. അത് മറ്റുള്ളവർക്ക് അസഹനീയമാണ്, പ്രയാസമാണ്. എപ്പോഴും മിസ്വാക്ക് ചെയ്യാൻ നമുക്ക് തോന്നുന്നത്, നമ്മുടെ വായയ്ക്ക്
പിന്നെ സ്മെല്ല് വ്യത്യാസം വരുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പം മിസ്വാക്ക് ചെയ്തേക്കണം, പല്ല് തേച്ചേക്കണം. അതൊന്നും ഒരു വലിയ എന്തൊക്കെ വൃത്തികേടുകളാണ് മതത്തിൻ്റെ പേരിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വക കാര്യങ്ങളൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഈ പുരോഹിതന്മാരുണ്ടാക്കിയിട്ടുള്ള കാടൻ നിയമങ്ങളാണ്. ആ നിയമങ്ങളൊന്നും നമുക്ക് ബാധകമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവരവരുടെ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കുന്ന സാധാരണ ജീവിതത്തിലെ എല്ലാ സമീപനങ്ങളും നമുക്ക് സ്വീകരിക്കാം. റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റൊന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ മാറ്റാൻ അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. നോമ്പെടുക്കണം, അതൊരു പ്രത്യേകമായ ആരാധനയാണ്, മറ്റു മാസങ്ങളില്ലാത്ത. അത് നോമ്പെടുത്തോളൂ. അതുകൊണ്ട് ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിച്ച് ഒരു പ്രാകൃതനായി നടക്കണം. ഇപ്പോൾ വലിയ പെരുന്നാൾ വന്നാലും മുടി മുറിക്കരുത്, നോമ്പെട്ടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനുഷ്യനെ പിശാചാക്കി മാറ്റുന്ന ഏർപ്പാടുണ്ടല്ലോ. ഇതുപോലെ മനുഷ്യനെ പ്രാകൃതനാക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരല്ല നോമ്പ്, മതം എന്നൊക്കെ പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ സാധാരണ ജീവിതം നയിക്കാം, അതോടൊപ്പം നോമ്പ് കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പ്രാകൃതാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.